ശിവൻ എന്തുകൊണ്ട് നീലനിറമായി? ഒരു കാലത്ത് ലോകം പൂർണ്ണമായി ശാന്തമായിരുന്നില്ല. ദേവന്മാർ ശക്തി നഷ്ടപ്പെട്ടിരുന്നു. അസുരന്മാർ ലോകം കീഴടക്കാൻ തയ്യാറെടുക്കുകയായിരുന്നു. അമൃതം മാത്രമേ ഈ ലോകത്തെ രക്ഷിക്കൂവെന്ന് എല്ലാവർക്കും അറിയാമായിരുന്നു. അതിനാൽ ദേവന്മാരും അസുരന്മാരും ഒരുമിച്ചൊരു തീരുമാനമെടുത്തു. ക്ഷീരസാഗരം മഥിക്കണം. മന്ദരപർവ്വതം സമുദ്രത്തിനുള്ളിൽ നട്ടു. വാസുകീനാഗം കയറായി ചുറ്റി. ഒരു വശത്ത് ദേവന്മാർ, മറുവശത്ത് അസുരന്മാർ. കടൽ കുലുങ്ങി, ആകാശം വിറച്ചു. ലോകം തന്നെ ആ മഥനത്തിന്റെ ശബ്ദത്തിൽ കുലുങ്ങുന്ന പോലെ തോന്നി. എല്ലാവരും അമൃതത്തിനായി കാത്തിരുന്നു. പക്ഷേ ആദ്യമായി പുറത്തുവന്നത് അമൃതമായിരുന്നില്ല. കടലിന്റെ ആഴങ്ങളിൽ നിന്ന് കറുത്ത നീലപ്പുകയായി ഒരു ഭീകര വിഷം ഉയർന്നുവന്നു. ഹാലാഹലം. ആ വിഷം വായുവിൽ കലർന്നു, ഭൂമിയിൽ വീണു. ജീവജാലങ്ങൾ ശ്വാസം മുട്ടി വീഴാൻ തുടങ്ങി. ദേവന്മാർ ഭയന്നു. അസുരന്മാർ ഓടിമറഞ്ഞു. ലോകത്ത് ആരെങ്കിലും മുന്നോട്ട് വരുമോ എന്ന് എല്ലാവരും നോക്കി. അപ്പോൾ ഒരു പേരു മാത്രം ആകാശത്തു മുഴങ്ങി: ശിവ. കൈലാസത്തിൽ ധ്യാനത്തിലിരുന്ന ശിവൻ കണ്ണു തുറന്നു. ലോകത്തിന്റെ നിലവിളി അദ്ദേഹം കേട്ടിരുന്നു. ഒരു ചോദ്യം പോലുമില്ല, ഒരാലോചന പോലുമില്ല. ശിവൻ എത്തി. ആ ഭീകരവിഷം തന്റെ കൈകളിലെടുത്തു. ലോകം ശ്വാസം പിടിച്ചു. ശിവൻ അത് കുടിച്ചു. എന്നാൽ അത് ശരീരത്തിലേക്ക് കടക്കാൻ അനുവദിച്ചില്ല. സ്വന്തം കണ്ഠത്തിൽ തന്നെ പിടിച്ചു നിർത്തി. വിഷത്തിന്റെ ശക്തിയിൽ ശിവന്റെ കഴുത്ത് പതുക്കെ നീലനിറമായി. ലോകം രക്ഷപ്പെട്ടു. അന്നുമുതൽ ശിവൻ നീലകണ്ഠനായി. ഈ കഥ വിഷം കുടിച്ച ദൈവത്തിന്റെ കഥയല്ല, ലോകത്തിന്റെ ദുഃഖം സ്വയം ഏറ്റെടുത്ത ഒരു രക്ഷകന്റെ കഥയാണ്. അതിനാലാണ് ശിവൻ ദൈവം മാത്രമല്ല, ലോകത്തിന്റെ രക്ഷകൻ.